കർഷകനല്ലേ മാഡം? ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. ഈ കാണുന്ന സാധനങ്ങൾ നിങ്ങൾ വിചാരിക്കും കേരളത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന. ഹായ്, ഞാൻ ഫാജിസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു അഗ്രികൾച്ചർ ഫാം എന്ന് പറയാം അല്ലേ? അഗ്രികൾച്ചർ ഓക്കെ, ഒരു വെജിറ്റബിൾസൊക്കെ വിളയിച്ചെടുക്കുന്ന, അതായത് ഇന്ത്യൻ വെജിറ്റബിൾസൊക്കെ വിളയിച്ചെടുക്കുന്ന ഒരു ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ അതെ, ഒരു അറബിയുടെ മസ്റ എന്ന് പറഞ്ഞാൽ കൃഷിയിടത്തിന് പറയുന്നതാണ് മസ്റ എന്ന്. അവിടെ മലയാളികൾ പാട്ടത്തിനെടുത്തിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇതൊരു പ്രൈവറ്റ് ഫാമാണ്, പബ്ലിക്കിന് എൻട്രി ഇല്ല. നമുക്ക് ഇവിടെ അറിയുന്ന ഒരാളുടേതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ളൊരു ചാൻസ് കിട്ടി. ഇത് നമ്മുടെ ഫ്രണ്ട് ജുനൈദ്. ഇതാണ് നേരത്തെ നമ്മുടെ ഗ്രേപ്പ് ഫാമിൻ്റെ വീഡിയോയിലുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 8-10 ആളുകളുണ്ട്. അതെ, കുറേ പേരുണ്ട്. എല്ലാവരെയും പരിചയപ്പെടുത്താം, നമുക്ക് സമയമുണ്ടെങ്കിൽ പരിചയപ്പെടുത്താം എല്ലാവരെയും. അപ്പോൾ നമുക്ക് ഫാമിൽ എന്തൊക്കെയൊക്കെ ഉള്ളതെന്ന് ഒന്ന് പോയി നോക്കാം. ഇത് ഈ കാണുന്നതൊക്കെ പച്ചമുളക് കൃഷിയാണ്. അതവർ കവർ ചെയ്ത് വെച്ചിരിക്കാൻ കാരണം ഇവിടെ കാറ്റടിക്കുമ്പോൾ കാറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാറ്റടിച്ച് കഴിഞ്ഞാൽ ചെടികളൊക്കെ താഴെ വീഴുമല്ലോ. അപ്പോൾ ഇത് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വീഴാൻ നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് ഈ കൃഷിയൊക്കെ നോക്കി നടത്തുന്ന വൺ മാൻ ആർമി എന്ന് പറയുന്നത്. ഈ കൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്. ആള് നാട്ടിലെവിടെയെന്ന് പറഞ്ഞു? ഞാൻ പെരിന്തൽമണ്ണ പലമ്പൂര്. എങ്ങനെയാണ് ഇതൊക്കെ സംഭവം? ഈ പച്ചക്കറിയൊക്കെ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും? ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. ഇത് കുട്ടികളെ നോക്കി ഉണ്ടാക്കട്ടെ തന്നെ. ഇവിടെ എന്തൊക്കെയുള്ളത്? എല്ലാ പച്ചക്കറി ഉണ്ടാക്കാം. ഇപ്പൊ സീസണാണ്, ഒരു സീസണാണ്. കാര്യമായിട്ട് കൂസ, ചിരങ്ങ, പിന്നെ മുളക്. ഇതൊക്കെ മുളക്. ഇതിനൊരു പ്രായപരിധി ഉണ്ടാവും. അതാകുമ്പോൾ മാത്രമേ ഇത് തുറക്കുള്ളൂ. അല്ല, അതിന് വെള്ളമൊക്കെ ഇവിടെ വെള്ളമൊക്കെ അതിൻ്റെ അടിക്കൂടി പൈപ്പ് കെട്ടിട്ടുണ്ട്. അടിക്കൂടി എല്ലാം പൈപ്പ്. അതെങ്ങനെ കുഴൽക്കിണർ വെള്ളം. എത്ര കൊല്ലം ഇവിടെ വന്നിട്ട്? 38 ഇവിടെ ഇപ്പം ഇത് 19 വർഷമാണ്. അതിനു മുമ്പ് അവിടെ പിന്നെ റിയാദില് അത്തീക്ക മാർക്കറ്റിൽ പച്ചക്കറി. നാട്ടിലൊക്കെ എപ്പോഴും പിന്നെ ഇങ്ങനെ ഈ വകുപ്പ്. നാട്ടിലൊക്കെ എത്ര കൊല്ലം കൊണ്ട് പോകും? നാട്ടില് അങ്ങനെ കണക്കൊന്നുമില്ല. 1 വർഷം, ചിലപ്പോൾ 2 വർഷമാവും, ചിലപ്പോൾ 3 വർഷമായി വരും, ചിലപ്പോൾ 6 മാസത്തിൽ പോയി. ആ കടച്ചിട്ട് ഒരാൾ. എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ്. പച്ചക്കറിയൊക്കെ കാണുമ്പോഴേ ചിലപ്പോൾ നാട്ടിലുള്ള ഉണ്ടാക്കുന്ന പോലെയാണ് ഫീൽ ഉള്ളത്. നിങ്ങൾക്ക് അപ്പുറത്ത് പോയില്ലല്ലോ? ഞങ്ങൾ അപ്പുറത്ത് പോകുന്നുണ്ട്, പോയി നോക്കട്ടെ. നിങ്ങൾ വിസായി പോയിട്ടാണ്. ഈ കാണുന്നതൊക്കെ പാവയ്ക്ക കൃഷിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പാവയ്ക്ക വള്ളിയിൽ വളർന്നതായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെയൊക്കെ ചെറിയ വള്ളികൾ, താഴെ ഗ്രൗണ്ടിലായിട്ട് നിൽക്കുന്ന വള്ളികളിലാണ് പാവയ്ക്കൊക്കെ കായ്ക്കുന്നത്. ഇതിനെന്താ സീക്രട്ട് നമുക്കറിയില്ല. നമുക്ക് ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതൊക്കെയാണ് ഇവിടെ കൃഷിയിലൊക്കെ നോക്കി നടത്തുന്നത്. ഇതെങ്ങനെ ഇത് പാവയ്ക്ക കൃഷി നമ്മുടെ നാട്ടിലൊക്കെ പന്തല് കെട്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്? ഇവിടെ എന്താ ഇങ്ങനെ? ഇവിടെ പന്തലൊക്കെ ഇവിടെ കാറ്റിന്റെ ശല്യമുണ്ട്. കാറ്റടിച്ച എല്ലാം കരിഞ്ഞു പോകും. ഓക്കെ, അതാണ് ഇവിടെ. നിങ്ങൾ നാട്ടിലെവിടെയാണ്? ഞാൻ പെരിന്തൽമണ്ണ ജൂബിലി റോഡ്. ഓക്കെ. ഇവിടെ കുറേ വർഷമായില്ലേ? അവിടെ 30 വർഷമായി. ഇത് വർഷത്തിലൊരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ ഇത് പാവയ്ക്ക? ഇല്ല, ഞങ്ങൾ ഫുൾ ടൈം. അതല്ല, ഈ വിളവെടുപ്പ് എപ്പോൾ? വിളവെടുപ്പല്ല, വിളവെടുപ്പ് ഇപ്പോൾ നമ്മൾ ചെടി നട്ട് ഒരു 3 മാസം കഴിഞ്ഞാൽ വിളവെടുപ്പ് തുടങ്ങി. പിന്നെ ഒരു 2-3 മാസം പറിക്കാം. അത് കഴിഞ്ഞാൽ ചെടി കഴിഞ്ഞു. പിന്നെ പുതുതായി വെച്ചിട്ട്. വെള്ളമൊക്കെ എത്ര സമയം നടക്കുക? വെള്ളം 2 നേരം. 2 നേരം അല്ലേ? രാവിലെ വൈകുന്നേരം. എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ്. അത് ഈ മരുഭൂമിയിൽ വളർത്തുന്നതുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ മരുഭൂമിയിൽ നടത്തുന്നതുകൊണ്ട് നമുക്ക് നല്ല സ്പെഷ്യലായിട്ട് തോന്നുന്നുണ്ട്.
ഈ കാണുന്ന തോട്ടം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൂടുതലായിട്ട് അറബിക് ആൾക്കാരും ഇന്ത്യൻസൊക്കെ ഉപയോഗിക്കുന്ന ഫൂൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമ്മുടെ ഈ കടല അല്ലെങ്കിൽ പയറ് ടൈപ്പിലുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ചെടികളാണ് ഇതൊക്കെ. ഇത് വെള്ളമായിട്ടില്ല അല്ലേ? ഇത് ചെടി ഇത്രേ വരുള്ളൂ? ആ, പകുതി കയറ്റി വരില്ലേ? ഇക്കതേ ടോട്ടൽ എത്ര ഉണ്ട് കൃഷിയിടം ടോട്ടലായിട്ട്? 300 ഏക്കർ. ആ, ഓക്കെ. എന്തൊക്കെ കൃഷികളാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതില് കാര്യമായിട്ട് നമ്മള് ഇവിടെ സൗദിയുടെ ഭക്ഷണമല്ലോ കൂസ, അത് പിന്നെ മുളക്, പാവക്ക, കത്രിക്ക, വെണ്ടക്ക. അത് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഏകദേശം എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? വെള്ളരി. അത് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് ടൈമൊന്നും ഇല്ലല്ലേ? നിങ്ങൾ സ്വന്തം? ഇല്ല, ഇവിടെ വർക്കിംഗ് ടൈം പറഞ്ഞാല് സൗദിയിലൊക്കെ മൊത്തം അങ്ങനെ തന്നെ. രാവിലെ സുബി നമസ്കാരം കഴിഞ്ഞാൽ തുടങ്ങുക, മഗ്‌രിബ് വരെ അല്ല ജോലി. അത് സൗദിയിൽ മൊത്തം എന്തായാലും അതെ. ഇതെന്തൊരു ചെടിയാണ്? പൂസാറിയാണ് സൗദികളൊക്കെ കഴിക്കുന്നത്. നാട്ടിൽ കിട്ടില്ല അല്ലേ ഈ സാധനം? ഇല്ല, നാട്ടിലില്ല. ആഹാ, ഇവിടെ കായ്ച്ചതുണ്ട് അതിൽ? കായുണ്ടോ? ആ, ഇതാണ് കൂസ. ഈ കാണുന്ന ചെടികളൊക്കെ വഴുതിനങ്ങ ചെടികളാണ്. ഈ വഴുതിനങ്ങളൊക്കെ താഴെ കിടക്കുന്നത് എന്താണെന്നറിയോ? അവർക്ക് ശരിക്കും മാർക്കറ്റിലേക്ക് വയ്ക്കാൻ വേണ്ടത് ചെറിയ സൈസിലുള്ള വഴുതിനങ്ങളാണ്. അപ്പോൾ വലിയ സൈസാണെങ്കിൽ അവരെല്ലാം ഇവിടെ ഒഴിവാക്കിയിട്ടിട്ട് പോകും. അപ്പോൾ അവർ ഒഴിവാക്കിയത് കൊണ്ട് നമുക്ക് കുറച്ച് യൂസ്ഫുള്ളായി. അത് നമുക്ക് കുക്ക് ചെയ്യാനുള്ള വഴുതിനങ്ങ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരു കൊട്ട നിറച്ച് കഴിഞ്ഞു. ഈ കാണുന്ന വലിയ ചെടികളുണ്ടല്ലോ, അത് ഈ കാറ്റ് വരുമ്പോൾ ചെറിയ ചെടികൾ ഡാമേജ് ആകുന്നതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ കാണുന്നതൊക്കെ വെണ്ടയ്ക്ക ചെടികളാണ്. കൃഷിയിടങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. എങ്ങോട്ട് നോക്കിയാലും കൃഷിയിടങ്ങളാണ്. ഈ സ്ഥലം കണ്ടില്ലേ, ഒരു ചെടി പോലും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇവർ ഇത്രയും നല്ല കൃഷി ചെയ്യാൻ പറ്റുന്നൊരു ഏരിയക്ക് മാറ്റിയിട്ടുള്ളത്. എന്തായാലും ഇവരത് ഭയങ്കര സമ്മതിക്കണം. ഈ കാണുന്നതാണ് ചെരങ്ങ കൃഷി ചെയ്യുന്ന ഏരിയ. ഇല്ല, ഇത് അത്യാവശ്യം ഒരു സാമ്പാർ വെക്കാനുള്ള ഐറ്റംസ് കിട്ടിയിട്ടില്ലേ? പിന്നെ മുളകായി, എന്തായാലും വന്നതും വേസ്റ്റ് ആയില്ല. നമുക്ക് കുറേ പുതിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ഇതൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ വീട്ടിലിരുന്നിട്ട് നന്നായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത്. நான்
நான் பெரம்பலூர் மாவட்டம் கிளியூர் இங்கே வந்து 10 வருஷம் ஆச்சு இந்த தோட்டத்தில். ഹാപ്പി തന്നെ? ஹாப்பியாக இருக்கேன். ഇത് കേരളമല്ല, സൗദി അറേബ്യയിലൊരു സ്ഥലം തന്നെയാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളം പോലെ തന്നെ ഫീൽ ചെയ്യും. ഇപ്പം അത്യാവശ്യം ഒരു സാമ്പാർ വെക്കേണ്ട ഐറ്റംസൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പും ഇതുപോലെ കൃഷികളും പച്ചക്കറി ചെടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ സൗദി അറേബ്യയിലെ കൂടുതലും മരുഭൂമികളാണ്. അങ്ങനെയുള്ള മരുഭൂമികളുള്ള സ്ഥലത്ത് ഇതുപോലെ പച്ചക്കറികൾ ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ ആ ഹാർഡ് വർക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ 3 ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ കണ്ട കൃഷിയിടത്തിൻ്റെ മെയിൻ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. ഇയാളെ നമ്മൾ നേരത്തെ ട്രാക്ടറിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇബ്രാഹിം എന്നല്ല പേര്? ഇബ്രാഹിം ഒക്കെയാണത്. പിന്നെ മൂപ്പറിൻ്റെ പേര് ഹമീദ്, മുസ്തഫ. നിങ്ങൾ നാട്ടിലെവിടെയാണ്? നിലമ്പൂർ, എടക്കര, ഞാൻ പെരുന്തൽമണ്ണ. ഓക്കെ. അപ്പോൾ നമ്മളിത് കണ്ടിട്ട് നമുക്കൊരു എന്താ പറയുക, ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇത്രയും പച്ചക്കറികൾ ഇവിടെ സൗദി അറേബ്യയിൽ മരുഭൂമിയിൽ ഉണ്ടാക്കുന്നുള്ളത്. അതെ, എന്തായാലും സംഭവം കലക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ? നിങ്ങൾ വെള്ളവും കാര്യങ്ങൾ? ലൈഫൊക്കെ നല്ല ഹാപ്പി അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ പച്ചക്കറിയൊക്കെ ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റ്സിലേക്ക് അയക്കാണ്? ഇപ്പം എത്ര വർഷം ഇത് ഈ സംഭവം ഇവിടെ തുടങ്ങിയിട്ട്? 19 വർഷം. എന്തായാലും ഞങ്ങൾക്ക് വന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട് നിങ്ങളുടെ സെറ്റപ്പൊക്കെ. അപ്പോൾ സീസണിലാണ്, ജൂൺ ജൂലൈ ആഗസ്റ്റിൽ ആ 3 മാസം പിന്നെ കറിയിട്ട് സാധനം ഉണ്ടാവില്ല. ചൂട് ഓവറാകുന്നതുകൊണ്ട് കായ പിടിക്കില്ല. പക്ഷെ ഈ മണ്ണൊക്കെ സാധാ ഇവിടെയുള്ള മണ്ണ് തന്നെയല്ലേ? അതിൽ മണ്ണ് പിന്നെ അത് ഇവിടുത്തെ ഈ മണലിൽ ഇപ്പം നമ്മൾ പിന്നെ വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മണ്ണായിട്ട് മാറില്ലേ, കട്ടിയുള്ള മണ്ണായിട്ട് മാറും. മറ്റെന്ന് പറഞ്ഞാൽ പിന്നെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ നമുക്ക് കാണാനുള്ള അവസരം ഒരുക്കി തന്നതിൽ താങ്ക്സ്. അപ്പോൾ എന്തായാലും ഇനി ഒരിക്കൽ കൂടി നമ്മൾ വരുന്നുണ്ട്. ശരി, ഓക്കെ. എന്തായാലും വന്നത് വേസ്റ്റായില്ല. അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ കുക്ക് ചെയ്യാനുള്ളത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.